കാരുണ്യത്തിന്റെയും പ്രവർത്തനങ്ങൾക്കായി നിന്നെ ഞാൻ ഉപയോഗപ്പെടുത്തും. ചികിത്സ ചെയ്യാനും പ്രസംഗിക്കാനും നിനക്കറിയാമല്ലോ. ശാരീരികവും ധാർമ്മികവുമായ അരിഷ്ടതകൾ നീക്കാൻ നിനക്ക് യോഗ്യതയുണ്ട്. അത് നിർവഹിക്കാനുള്ള കഴിവുമുണ്ട്. ഈ പ്രവൃത്തിയോടെ നീ ആരംഭിക്കും. ഇതാ പണസഞ്ചി. ഇത് മിക്കായ്ക്കും അവന്റെ കൂട്ടുകാർക്കുമായി കൊടുക്കണം. ഞാൻ പറയുന്നത് പോലെ വീതിച്ചു കൊടുക്കണം. ആദ്യമേ തുല്യമായിട്ടുള്ള 10 വീതമായി തിരിക്കണം. അതിൽ 4 ഭാഗം മിക്കായുടെ കയ്യിൽ കൊടുക്കുക. 1 മിക്കായ്ക്കും സാവൂൾ, ജോയൽ, ഐസയ എന്ന 3 പേർക്കും ഓരോന്ന് വീതവും, പിന്നെ 6 വീതം മിക്കായെ ഏൽപ്പിച്ചിട്ട് അത് ജാബസിന്റെ വൃദ്ധനായ പിതാവിനും കൂട്ടുകാർക്കും കൊടുക്കാൻ പറയണം. അങ്ങനെ സ്വല്പം ആശ്വാസം അവർക്ക് ലഭിക്കാനിടയാകും. ശരി, എന്നാൽ ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയണം? സ്വന്തം ആത്മരക്ഷയ്ക്ക്